കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഞായറാഴ്ച പകൽ പ്രഭാതം കഴിഞ്ഞ സമയത്ത് സഭായുഗമായി നമ്മുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഓൺലൈനായി പങ്കാളിത്തം വഹിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന അവസരത്തിന് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. അല്പാസമയം കർത്താവിനെ പാടി കീർത്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. കുഞ്ഞുങ്ങൾ പഠിച്ച വാക്യങ്ങൾ അവർ ഉദ്ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. സങ്കീർത്തനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ദൈവദാസനിലൂടെ നൽകി. യഹോവ നമ്മുടെ സഹായകനാണ്. യഹോവ സഹായിക്കുന്നവരോട് കൂടെ നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ നാമത്തെ ചൊല്ലി അവനെ കീർത്തിപ്പാനും നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ നാമത്തെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ യാന്ത്രികമായി ചെയ്യുക എന്നല്ല. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവന് അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുക്കുന്നതാണ് ആരാധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർമാനമായി നാം തിരഞ്ഞെടുത്ത ചിന്താവിഷയത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക, ആ വിഷയത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നാം ദൈവവചനത്തിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇന്ന് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വസ്തുതകളുടെ പങ്കുവെക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Greetings in the name of our Lord and Savior Jesus Christ this morning. It's our joy and our privilege that we all could join through online into our Sunday service. God has been good to us as we are walking through this COVID season. And may the Lord is blessing us with grace and wisdom, knowledge and power so that we could to live for His glory in these days. And as we are thinking and hearing from God's word about the subjects that we have chosen for this year to our church, grow in the knowledge of Christ. I will listen to a couple of sermons, and today also I would like to share a few thoughts from the very thoughts, grow in the knowledge of God. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ പകൽ വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായി താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം അതിനാധാരമായി വായിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. Indeed, I count everything as loss because of the surpassing worth of knowing Christ, Jesus my Lord. For His sake, I have suffered the loss of all things and count them as rubbish in order that I may gain Christ. That is English Standard Version and ESVയുടെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാരണം, ദൈവമാണ് സകല അറിവിൻ്റെയും ഉറവിടമെന്ന സത്യം നമ്മുടെ ഉള്ളിൽ നാം അരക്കിട്ടുറപ്പിച്ചിരിക്കണം. That we should have a great understanding in our heart that God is the source of all knowledge. Okay? Without that knowledge of God, we cannot grow into that maturity in Christ. ക്രിസ്തുയേശുവിൽ പുരുഷന്മാരായി പുരുഷത്വം പ്രവർത്തിക്കുന്ന മുതിർന്നവരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ദൈവിക പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ പ്രായത്തിൽ ചിലപ്പോൾ മുതിർന്നു പോകും. ഓരോ വർഷം കഴിയുന്തോറും നാം പ്രായത്തിൽ മുന്നോട്ട് പോകും. എന്നാൽ അതേ അനുപാതത്തിൽ ഒരു വർഷം പിന്നിടുന്നതിൻ്റെ അനുപാതത്തിൽ
നാം വിശ്വാസത്തിൽ വർദ്ധിക്കണമെന്നില്ല, സ്നേഹത്തിൽ വർദ്ധിച്ചു വരണമെന്നില്ല, പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണമെന്നില്ല, ദൈവിക ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരണമെന്നില്ല, ജീവിതത്തിന്റെ ഒരു ബന്ധങ്ങളിലും വർദ്ധിച്ചു വരണമെന്നില്ല. നാം മനഃപൂർവമായി ദൈവത്തിന്റെ ആത്മാവിനെ കീഴ്പ്പെട്ട് നമ്മുടെ ജീവിതത്തെ അതിനായി സമർപ്പിച്ച് മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ, സങ്കീർത്തനത്തിൽ നിന്ന് ദൈവദാസൻ സംസാരിക്കാൻ പറഞ്ഞു, നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ശരിയായ കാഴ്ചപ്പാട് വേണമെന്ന്, ഒരു ശരിയായ അറിവ്, ഉത്തമ ബോധ്യം, അവൻ ആരാണെന്ന് നാം അവന്റെ വചനത്തൂടെ മനസ്സിലാക്കുന്നതും അതോടൊപ്പം അവൻ ആരാണെന്ന സത്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതുമായ ഒരു സത്യമുണ്ട്. ബോത്ത് ഇന്റലക്ച്വലി ആൻഡ് that reality of God we experience in our life. സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്, യഹോവ എന്നെ സഹായിക്കുന്നവരുടെ കൂടെ എന്റെ പക്ഷത്തുണ്ട്. He experienced the help of God in his life. ദൈവത്തിന്റെ സഹായം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾ അല്ല. It is not just a thought. It is not just a principle, rather it's a reality that he experienced in his life. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നാം. പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം, when he experienced the person of Christ, ആ വ്യക്തിയുമായി അവന് ആത്മബന്ധമുണ്ടായപ്പോൾ അവൻ പറയാ, താൻ എല്ലാത്തിനെയും ചവറെണ്ണുന്നു എന്ന്. ആ ഒരു മനോഭാവം, അതാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഇവിടെ പറയുന്നത്. that we should know that we should grow in our Christian maturity. അപ്പം അത് മാത്രമല്ല, ദൈവികമായ പരിജ്ഞാനം, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ വിലക്കും. We know who Christ is. ദൈവം നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളുണ്ട്. കൊരിന്ത ലേഖനത്തിൽ അതിശ്രേഷ്ഠമായ ഒരു സ്റ്റേറ്റ്മെന്റ് പൗലോസ് എഴുതിയിട്ടുണ്ട്. He make a profound statement in Corinthians. പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. He who knew no sin, God made him sin. That's another profound statement. Carry the depth of the doctrine of redemption. എന്താണ് ക്രിസ്തുയേശുവിലൂടെ നമ്മെ വീണ്ടെടുക്കാൻ ദൈവം ചെയ്തതെന്ന വസ്തുതയുടെ സംക്ഷിപ്ത രൂപം വളരെ ശക്തമായ ഭാഷയിൽ ദൈവദാസന പൗലോസോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതാണ് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. അവനെ അറിഞ്ഞതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റെല്ലാം ഛേദം എന്നെണ്ണുന്നു. ഇനിയും നോളജ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ദൈവത്തിന്റെ വചനത്തിൽ പരിജ്ഞാനം നമുക്ക് ദൈവം ദാനം ചെയ്യുന്നതായിട്ട് ഒരു ദാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. The knowledge is a gift from God. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയാണല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. യഹോവയാണ് എന്ത് ചെയ്യുന്നത്? ജ്ഞാനം നൽകുന്നത്. അവന്റെ വായിൽ നിന്നാണ് പരിജ്ഞാനവും വിവേകവും വരുന്നത്. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഉറവിടം, വിസ്ഡം ആൻഡ് നോളജ് ആൻഡ് ഡിസേൺമെന്റ് comes from God. അത് ദൈവം നൽകുന്നു അവരിൽ ചിലർക്ക്. നമുക്ക് 1 കൊരിന്ത്യരുടെ ലേഖനം 12-ാം അധ്യായം, 1 Corinthians chapter 12 verse 8, അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. പരിജ്ഞാനത്തിന്റെ വചനം ദൈവാത്മാവ് ഒരുവന് നൽകപ്പെടുന്നു. ഇവിടെ പറയുന്നത് ഒരു ദൈവസഭയെ ഒരു ശരീരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്,
വിവരിച്ചിരിക്കുന്നത് കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ. അപ്പം നാം ഒരു ശരീരമാണ്. ആ ശരീരത്തിലെ അംഗങ്ങളാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ മക്കളും. അപ്പോസ്തലപ്രവൃത്തി ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി അവൻ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നാം ഫിലഡൽഫിയ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ലോക്കൽ സഭയുടെ അംഗങ്ങളാകുമ്പോൾ തന്നെ അതിനൊക്കെ ഉപരിയായി ഈ സഭയുടെ മെമ്പർഷിപ്പൊക്കെ എടുക്കുന്നതിന് മുൻപേ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ അദർശ്യമായ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി തീർന്നു. നാം ഒരു പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ശുശ്രൂഷിക്കേണ്ടതിന് ആവശ്യമായ ദൈവകൃപ ദൈവം നമുക്ക് നൽകുന്നു. ഒരു ശരീരത്തിലെ അവയവത്തിനുള്ള പ്രവൃത്തി പോലെ ദൈവസഭയിലെ ഓരോ വ്യക്തികൾക്കും ഒരു പ്രവൃത്തി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തിയിൽ ഒന്നാണ്, ആ ദാനമാണ് അറിവ്, പരിജ്ഞാനം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. യെശയ്യാ പ്രവചനം അതിന്റെ 11-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 11:2, യേശുക്രിസ്തുവിൽ വസിച്ച ആത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനിൽ ആവസിച്ച് തന്റെ പ്രവൃത്തി, ദൈവം തന്റെ പ്രവൃത്തി ചെയ്യിപ്പാൻ അവനെ പ്രാപ്തനാക്കിയ ദൈവാത്മാവിന്റെ സവിശേഷതകൾ ആ വാക്യത്തിൽ നമുക്ക് വായിപ്പാനായി കഴിയും. വായിക്കുന്ന അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ പരിപൂർണതയിൽ വസിച്ച അവനിലൂടെ പ്രവർത്തിച്ചതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന കൃപാവരങ്ങളിലൂടെ ഒരാളെ കൊണ്ട് മാത്രമല്ല എല്ലാവരെയും ഉപയോഗിച്ച് ദൈവത്തിൽ ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചതുപോലെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. അതിനാണ് നമുക്ക് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്, പരിജ്ഞാനം നൽകിയിരിക്കുന്നത്. ആ പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യുന്നു? നാം ദൈവത്തിന്റെ വേല ചെയ്യുന്നു. Knowledge as a gift is the ability to understand divine truth. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള വിശേഷാൽ കൃപയ്ക്കാണ് പരിജ്ഞാനത്തിന്റെ വരമെന്ന് പറയുന്നത്. Okay? So that we understand, because we are gifted, we understand the facts of certain situation. On the other hand, not only from the word, then we have a knowledge of certain facts concerning certain situations. കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ന്യായാസനത്തിന് മുൻപിലേക്ക് കൊണ്ടുപോകും. You will be drawn, will be dragged to the councils, court of the laws, where you shouldn't be worried about what you should say. നിങ്ങൾ എന്താ പറയണമെന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടേണ്ട. My spirit will give the reply. ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പറയേണ്ടതിനെ നൽകിത്തരും. അതുകൊണ്ട് നാം പ്രിപ്പയർ ആകേണ്ട എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അവരോടുള്ള ബന്ധത്തിൽ ദൈവിക വെളിപ്പാടിന്റെ പരിപൂർണത ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. പിൽക്കാലത്താണ് ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള ഉപദേശങ്ങൾ, മർമ്മങ്ങളായി ദൈവത്തിൽ മറഞ്ഞിരുന്ന വസ്തുതകൾ അപ്പോസ്തലന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതോ. ആ വെളിപ്പാടുകൾ അവർക്ക് ലഭിക്കുന്നതുവരെ ദൈവത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടിരുന്ന ആളുകൾക്ക് പൊതുവിൽ അതുവരെ ആ വിവരം നൽകപ്പെട്ടിരുന്നില്ല. വ്യക്തികളെ ദൈവമായ കർത്താവ് ഉപയോഗിച്ചു. അവർ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതിന് ദൈവാത്മാവ് അവർക്ക് അറിവ് കൊടുത്തു. അവർക്ക് നൽകപ്പെട്ട അറിവുകൾ നമുക്ക് പിൽക്കാലത്ത് രേഖപ്പെടുത്തി തന്നതുകൊണ്ട് ആ ബോധ്യം നമുക്കുണ്ട്.
നാം അത് ഗ്രഹിച്ചിരിക്കണം യേശുക്രിസ്തു ആരാണെന്ന്. പത്രോസൊക്കെ ന്യായാധിപ സംഘത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുയേശുവിനെ പ്രസംഗിക്കുന്നുണ്ട് വളരെ ധൈര്യത്തോട്. അധൈര്യവന്മാരും ഭീരുക്കളും വിട്ടുപോരുന്നതിലേക്ക് പിന്നെയും പോകാൻ ആഗ്രഹിച്ച പത്രോസൊക്കെ ദൈവാത്മാവിന്റെ ശക്തിയാൽ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് ആശ്ചര്യം കൂടുമാറ്. Those rulers of the nations were amazed when Peter and John began to preach about Christ. They were perplexed because they have no clue where this man got this wisdom, knowledge. ഈ ദാസന്മാർക്ക് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പഠിപ്പിക്കുന്ന കോളേജുകളിൽ പഠിക്കാത്ത പാരമ്പര്യമായ മുക്കുവരായിരുന്ന ദൈവദാസന്മാർക്ക് ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് വളരെ ശക്തിയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള ധൈര്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നൽകപ്പെട്ടതോർത്ത് അവർ ആശ്ചര്യപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. That's what the work of the Lord. You and I will, if we are given the gift of knowledge, first we will have an insight to understand the truth of the word of God. ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാനുള്ള ദൈവികമായ കഴിവ് നമുക്കുണ്ടാകും. സെക്കൻഡ്, certain facts concerning certain things, അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പൗലോസിന്റെ നിങ്ങൾ കൊരിന്ത്യർ ലേഖനം വായിച്ചു നോക്കുകയാണെങ്കിൽ 13 അധ്യായം വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് പ്രവചനത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും സകല മർമ്മവും ഗ്രഹിക്കാൻ കഴിഞ്ഞാലും. That's what it is. Certain the gifting we will have a certain knowledge. അതിനെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നൽകുന്നുണ്ട്. ഈ വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് പരിജ്ഞാനം ലഭിച്ച ദൈവദാസന്മാർ എന്ത് ചെയ്യും? ദൈവവചനം ശുശ്രൂഷിക്കും. അവർക്ക് ദൈവം പകർന്നു കൊടുത്ത ദൈവിക പരിജ്ഞാനം അവർ പങ്കുവെക്കും. അത് മറ്റുള്ളവർക്ക് പരിജ്ഞാനത്തിൽ വളരുവാനിടയായി തീരും. അതാണ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ജ്ഞാനം ലഭിച്ചവൻ ആ ജ്ഞാനം കൊണ്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ജ്ഞാനം കൃപാപരമായി ലഭിക്കാത്ത വ്യക്തികൾക്ക് ജ്ഞാനം സമ്പാദിപ്പാനുള്ള മാർഗമായി തീരും. അങ്ങനെയാണ് നാം ജ്ഞാനസമ്പൂർണരായി തീരുന്നത്. കൃപാപരമായി ജ്ഞാനം അറിവ് ലഭിച്ചില്ല എങ്കിൽ പോലും, പരിജ്ഞാനം ലഭിച്ചില്ല എങ്കിൽ പോലും, ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയാൽ, ദൈവം കൊടുക്കുന്ന ദൈവിക ആലോചനയാൽ കൊടുക്കുന്ന അറിവിനാൽ ആ ദൈവത്തിന്റെ മക്കൾക്കും പരിജ്ഞാനികളായി തീരുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പൊതുസഭയെ അഡ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരിജ്ഞാനത്തിൽ സമ്പന്നരാകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എനിക്ക് ഗിഫ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ അറിവില്ല, പരിജ്ഞാനമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഐ ഷുഡ് റിസീവ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. ദൈവവചനത്തിന്റെ ശുശ്രൂഷ സ്വീകരിക്കണം. Then I should study the word of God. ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കണം. I should accept the exhortation of the brothers who has the gift of knowledge. ദൈവത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ എനിക്ക് നൽകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം, പ്രബോധനം ഞാൻ സ്വീകരിക്കണം. That's where I grow in the knowledge of God. First, it is a gift. ഒരു ദാനമായി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതെല്ലാവർക്കും ഇല്ല. Certain people, because there are different gifts, therefore we all will have different gifts. ഒരു മനുഷ്യന് തന്നെ എല്ലാ ഗിഫ്റ്റും ദൈവം കൊടുക്കുന്നില്ല. Oh no, you may have a prophecy, other may have a teaching, other might have a wisdom, another one have a discernment, another one have a knowledge, other one have a gift of healing, understanding, interpreting. All those are gifts. So we are mutual for the mutual edification of the church of God. All those gifts God grants. വേദോസം പറയുന്ന പൊതുപ്രയോജനത്തിനായി. It's not for personal gain. ശ്രദ്ധിക്കണം. It's not for personal gain, personal profit. It is for the benefit of the community of the body of Christ. ദൈവത്തിന്റെ സഭയുടെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ വളർച്ചയ്ക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. Therefore, my friends, നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ ശുശ്രൂഷിക്കുന്നതിന് ഒരിക്കലും വൈമുഖ്യം കാണിക്കരുത്. ചില ടൈമിൽ നമ്മുടെ ഭയമായിരിക്കാം നമ്മളെ. അപ്പോസ്തലനായ തിമോത്തിയോസിനത് പറ്റി. അവന് കൈവപ്പിനാൽ, പ്രസ്ബിറ്ററിയുടെ കൈവപ്പിനാൽ അവന് ലഭിച്ച കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാതെ അവൻ ഭയപ്പെട്ടു പോയി. പൗലോസ് അവനോട് പറയുന്നുണ്ട്, നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ്
ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, ഭയത്തെ ഒഴിവാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ദൈവാത്മാവിനെ പ്രാപിച്ചിരിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ മറന്നുപോകരുത് എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി നോളജ് എന്ന് പറയുന്നതാണ് നമുക്ക് that we gain, നമ്മൾ നേടിയെടുക്കുന്നത്. Not gift, it is the knowledge we gain. എങ്ങനെ നമ്മൾ പറയുന്നത് നേടിയെടുക്കുന്നത്? Through the ministry of the word of God. ദൈവവചനത്തിന്റെ ശുശ്രൂഷയാൽ. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഉണ്ണട്ട വചനം താഴ്മയോടെ സ്വീകരിക്കണമെന്നോ. The word that is going to be implanted in our soul, we should accept it with the humility of heart. So the seed that is sown in our heart will germinate and grow and bear fruits. That's what it is. So we should, through the ministry of the word of God, ദൈവ വചനത്തിന്റെ ശുശ്രൂഷയാൽ. 2, through the word of exhortation and admonition, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രബോധനത്താലും ധൈര്യപ്പെടുത്തലാലും പ്രബോധനത്താലും ദൈവവചനത്തിന്റെ അഡ്മണിഷനാലും നമുക്ക് പരിജ്ഞാനത്തിൽ വളരുവാൻ സാധിക്കും. Through the brotherly love, infused service, that we impart knowledge unto people. സങ്കീർത്തനക്കാരന്റെ നിന്ന് സങ്കീർത്തനം പറഞ്ഞു, യഹോവ എന്നെ സഹായിക്കുന്നവരോട് കൂടെ എന്റെ പക്ഷത്തുണ്ട്. That brothers and sisters, those brothers were helping David. They were the messengers of God. They were the angels of God to sustain David in that situation. Through their ministry, through their word of encouragement, through their service. That's what we do. Through the ministry of the word, through the word of God, exhortation from the Lord, and through our love-infused service to the body, we minister to them. Thus, they will grow in the knowledge of God. Friends, word of God is full of knowledge of God. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞിട്ടില്ല. എന്നാൽ ഭാവിയിൽ അത് സംഭവിക്കും. വചനം ഇങ്ങനെയാ പറയുന്നത്, സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്ന ഒരു കാലം വരുവാൻ പോകുന്നു. But now, as God's people, we minister from the word. We minister from the word that we received from God. We minister with our services. Thus our brothers and sisters will be enriched in the knowledge of God. നമ്മുടെ സഹോദരി സഹോദരന്മാർ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ സമ്പുഷ്ടരാക്കപ്പെടേണ്ടതിന് നാം അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. Thus they will have and we will have the knowledge of God. ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം നമുക്കുണ്ടാകും. The root word for knowledge is used in the Bible over 950 times. തിരുവചനത്തിൽ, വിശുദ്ധ തിരുവചനത്തിൽ knowledge എന്ന് പറയുന്ന വാക്കിന്റെ പദത്തിന്റെ അടിസ്ഥാന പദം, root word, is used over 950 times. അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാനിയേൽ പ്രവചനത്തിൽ, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Knowing God. ദൈവദാസൻ സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞു, knowing God. It's not just an intellectual understanding, rather a knowledge, very intimate, very specific, maintaining a relationship with Him. That's a deeper knowledge. That relationship that we maintain through our life. ദൈവിക നോളജ് നമുക്കുണ്ടാകുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ
നാം ശിഥിലമാക്കാതെ ആ ബന്ധത്തെ നാം സൂക്ഷിച്ചുകൊണ്ടിരിക്കും. That's what the knowledge of God. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ബന്ധം ആവശ്യപ്പെടുന്ന സേവനം വൈമുഖ്യം കൂടാതെ പ്രതിസന്ധികളിൽ നമുക്ക് ചെയ്യുവാനായി കഴിയും. ദൈവദാസൻ അതുകൊണ്ടാ പറയുന്നത്, ദാവീദിന്റെ പ്രവചനത്തിൽ പറയുന്നത്, ദൈവത്തെ അറിയുന്ന ജനം. പ്രത്യക്ഷ ആ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മഹോദ്രവകാലമാണ്. That's where എതിർ ക്രിസ്തു ശക്തമായി പോരാടുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിനെതിരെ അവരുടെ ഇടയിൽ നിന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, knowledge of God means perceiving, learning, understanding, willing, performing, and experience. These are all the slight variations of meaning that we receive from the word of God. ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളാണ് ഈ വസ്തുത. നോളജ് എന്ന് പറയുന്നതിന്റെ മീനിങ്, the depth of the word. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. Knowledge according to the Bible is not to be informed about some abstract principle, but apprehend and experience the reality of the truth of God and God. ദൈവവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവിക പരിജ്ഞാനം, വെളിപ്പാടിനെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതും അത് അനുഭവിക്കുന്നതുമാണ് ദൈവിക പരിജ്ഞാനം എന്ന് വേദവസ്വം പഠിപ്പിക്കുന്നു. അല്ലാതെ ചില intellectual understanding of certain facts or information or principle എന്ന അർത്ഥത്തിലല്ല. അത് ആവശ്യമാണ്. We should have intellectual knowledge. Otherwise we can't defend our faith. വിശ്വാസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. We should have the knowledge, intellectual. But that intellectual knowledge alone does not mean that knowledge of God. Knowledge of God that we experience our God. അവന്റെ സഹായം, അവന്റെ വിശ്വസ്തത, അവന്റെ പരിപാലനം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണുന്നു എന്ന്. Such is the knowledge of God to him. Such is the knowledge of Christ to him. Far excellent. അതിശ്രേഷ്ഠമായ ആ വ്യക്തിയെക്കുറിച്ചുള്ള, അതിശ്രേഷ്ഠനായ ആ വ്യക്തിയെക്കുറിച്ചുള്ള അതിശ്രേഷ്ഠമായ അറിവുകൾ ലഭിച്ചപ്പോൾ മറ്റെല്ലാം അറിവും മറ്റെല്ലാ പദവികളും അവന് വെറും റബ്ബിഷ് പോലെ തോന്നിയത് because of the excellency of the knowledge of God. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് ശുശ്രൂഷിക്കുമ്പോൾ നാം ആ ദൈവത്തിന്റെ വചനം സ്വീകരിപ്പാൻ നമുക്ക് കഴിയണം. അതുമാത്രമല്ല, personally we spend time to study God's word. ദൈവവചനം പഠിക്കുവാൻ, മെഡിറ്റേറ്റ് ചെയ്യുവാൻ നാം വ്യക്തിപരമായി സമയം വേർതിരിക്കണം. As we study or hear God's word diligently, and we receive and we have the knowledge and that we receive, then the Spirit of God apply that truth we received in our heart. നാം ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ പഠിച്ചും ദൈവവചനത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധയോടെ കേട്ടും ഹൃദയത്തിൽ കരുതുവാൻ ദൈവാത്മാവ് ആ ഹൃദയത്തിലെ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എഴുതി ചേർക്കും. in our heart. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ്. The ministry of the Spirit of God to engrave the word of God in our heart. നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുക. പുതിയ ഉടമ്പടി കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ യിരെമ്യാ പ്രവാചകനും എസെക്കിയേൽ പ്രവാചകനും പറയുന്നുണ്ട്, ഞാൻ അവരോട് പുതിയ ഉടമ്പടി ചെയ്യും, എന്റെ വചനത്തെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. That's what he says when he make a new covenant with Israel. പ്രിയപ്പെട്ടവരെ, നാം പുതിയ
നിയമത്തിന്റെ ഉടമകളാണ്. പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടിയുടെ ഉള്ളിലുള്ളവരാണ്. ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. But at the same time that we need to apply the truth. We need to study the truth. We need to meditate God's word. Thus the word to be engraved in our heart as God engraved his commandments in the stony tablet. പാറകളിൽ ദൈവം എഴുതിയ കൽപ്പന പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ ദൈവത്തിന്റെ വചനം ദൈവാത്മാവ് ആലേഖനം ചെയ്യും. When we receive the word, അങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവവചനം വസിക്കും. When we face things, he illuminate our heart. നമ്മുടെ ഹൃദയത്തെ അവൻ പ്രകാശിപ്പിക്കും. So we can apply the truth in times. നമ്മുടെ ജീവിതത്തിന്റെ അവശ്യ മേഖലകളിൽ ആ ദൈവത്തിന്റെ വചനം ഉപയോഗിപ്പാൻ നമുക്ക് കഴിയും. ക്രിസ്തു യേശുവിന്റെ പരീക്ഷ നടക്കുക. In the wilderness, he was baptized. Spirit led him to the wilderness. He has no disciples. അവന് ശിഷ്യന്മാരില്ല. He is by himself. അവൻ മാത്രമാണ്. Devil one after another following him. അത് പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. Struggling him everywhere. No food, no water, fasting, running in that wilderness, Judean wilderness. അവൻ ആ പിശാച് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന പരീക്ഷകളുണ്ട്. അതിലൊന്ന് പറയുക, അവൻ വിശന്നപ്പോൾ പിശാച് എന്ന് പറയാ, നീ എന്ത് ചെയ്യണം? കല്ല് അപ്പമാക്കണം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. അവർക്ക് ഇറച്ചി കൊടുത്തവനാണ്. പാറയിൽ നിന്ന് വെള്ളം കൊടുത്തവനാണ്. പാറയെ പിളർന്ന് അത് അത്ഭുതം ചെയ്തൊന്നും വലിയ വിഷയമല്ല. വിശന്നാൽ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചവനാണ്. The problem is, കർത്താവ് നേരെ പറയാ, he specifically applied specific word to defeat the tactics of devil. സാത്താന്റെ തന്ത്രത്തെ ജയിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രത്യേകമായി ഉപയോഗിക്കേണ്ട വചനത്തെ ഉപയോഗിച്ച് പിശാചിന്റെ മേൽ അവൻ ജയം നേടി. That's where it is questioned. When the truth of God abide in our heart, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ we will be able to apply the truth. ആ സത്യം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാണ്. Thus we will be victorious. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്തത്. അവർ അനേക ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. യഹൂദന്മാരുടെ ഇടയിൽ, യവനന്മാരുടെ ഇടയിൽ, പ്രഭുക്കന്മാരിൽ നിന്ന്, വലിയ ശ്രേഷ്ഠന്മാരിൽ നിന്ന്. ആരാ ക്രിസ്തു? നിങ്ങൾ ഈ പറയുന്ന ക്രിസ്തു ആരാ? Who is this man? A criminal. What speciality he has? They told them. പൗലോസ് ഏറോപാഗസിൽ അഥേനയിൽ പ്രസംഗിക്കുന്നവൻ ബാബലർന്ന് ആദ്യം പറഞ്ഞേ. നമ്മൾ വചനം വായിച്ച് പറയുമ്പോൾ പിന്നെ പറയുന്നു, some of the prominent people in the city of Athena, Athens, came to the Lord. I thank God for the power and the wisdom and the knowledge that God has given to them. And the power they ministered. ദൈവശക്തിയാൽ അവർ ശുശ്രൂഷിച്ചു. വിഗ്രഹങ്ങളെ വിട്ട് ജനങ്ങൾ തിരിഞ്ഞു. Such a powerful word. ആ വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ നാം കരുതേണ്ടത്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പ്രതിസന്ധികളുണ്ട്. തീർച്ചയായും ആ പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ എന്നോട് പ്രതികരിക്കുന്നു, അതെങ്ങനെ നാം വിലയിരുത്തുന്നു എന്നതൊക്കെ നമ്മുടെ ദൈവിക പരിജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, തെസ്സലോനിക്കയിലെ വിശ്വാസികളിൽ കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നവർ, അവിടെ പ്രിയപ്പെട്ടവർ മരിച്ചു തുടങ്ങി. അവർക്ക് ദുഃഖം തോന്നി. What is going to happen? Hopelessly they are dying. ഈ പ്രാചീന മതങ്ങളിലൊക്കെ ചില രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. മരിച്ചവരുടെ ശരീരം കുളിപ്പിച്ച് ഓരോ വർഷവും വെക്കും. കാരണം ശരീരം ഇതെന്നെങ്കിലും എന്ത് ചെയ്യാറുള്ളൂ, അവർക്ക് പുനർജന്മം ഉണ്ടാകുമെന്ന് അവർ പഠിപ്പിക്കുന്നത്. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ ഉപയോഗിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത്? Either some people practice baptism on behalf of the dead. എങ്കിലും അവർക്ക് എന്തേ ഉള്ളൂ, വീണ്ടും ലൈഫ് ഉള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ചിന്തകളൊക്കെ ഒരുപക്ഷെ ഇവിടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നേക്കാം.
പെട്ടെന്ന് കലയിടിക്കുമല്ലോ. നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. നമ്മളേതൊക്കെ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് വരുന്ന ചിന്തകൾ, നമ്മൾ കണ്ട കാലത്ത് ആലോചിച്ചിരുന്നതും വിചാരിച്ചിരുന്നതും നമ്മുടെ അയൽക്കാർ പറഞ്ഞതും ഒക്കെയായ ആലോചനയാണ്. നമ്മൾ എത്ര വ്യാകുലപ്പെട്ടുവാൻ സാധ്യതയുണ്ട്. സങ്കീർത്തനക്കാരൻ ദാവീദിനോട് ഒരിക്കൽ അവന്റെ കൂടെ വന്നിട്ട് ചോദിക്കും, നിനക്കാരാ സഹായം ചെയ്യാൻ പോകുന്നത്, നിനക്കാർ നന്മ കാണിക്കും? ക്വൈറ്റ് കോമൺ ആണ്. മനുഷ്യൻ ബാധിക്കപ്പെടുമ്പോൾ അയൽക്കാരൻ ചോദിക്കും, നിന്നെ ആരാടാ സഹായിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ അപ്പം ചോദിക്കും, നിനക്ക് ഒരു തരി നാണി മണ്ണ് പോലും ഞാൻ നിനക്ക് തരത്തില്ല. അമ്മ പറയും ഒരു പക്ഷെ തരത്തില്ല എന്ന്. ബട്ട് ഗാഡ്, ആ സമയത്ത് അവരെല്ലാം കരുതേതണം, ഞാനില്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല, എന്റെ വസ്തു ഇല്ലെങ്കിൽ നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ബട്ട് ഗാഡ് ഈസ് അവർ ഹെൽപ്പ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. That's what he does the work in our life. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയാൽ ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്കുണ്ടാകുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് ദൈവത്തിന്റെ സത്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരീക്ഷകളെ അതിജീവിപ്പാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ ദാസന് യോബിനെതിരെ പരീക്ഷകൾ ഉണ്ടായപ്പോൾ യോബിന്റെ സ്നേഹിതർ അവനെതിരെ തിരിഞ്ഞു. ബിക്കോസ് ദേ ഹാവ് ലെസ് അണ്ടർസ്റ്റാൻഡിങ്. അവന്റെ ഭാര്യ യോബിനെതിരെ തിരിഞ്ഞു. വസ്തുക്കളും ആടുമാടുകളും അന്നത്തെ സമ്പത്തിന്റെ ആധാരമായിരുന്നു, അടിസ്ഥാനമാണ്. കാരൽസ്, ലാൻഡ്, ഫാംസ്, ഓൾ ദോസ് തിങ്സ് എല്ലാം നഷ്ടപ്പെട്ടു. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനി നഷ്ടപ്പെട്ടെന്ന് പറയുന്ന പോലെ ആയിരിക്കും. എവറിത്തിങ് ലോസ്റ്റ്. ഈവൻ ബോഡി, ഫാമിലി, ഫ്രണ്ട്സ്, റെപ്യൂട്ടേഷൻ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവന് മനസ്സിലാക്കി ഒരു സത്യമുണ്ട്, these are all the gift of God. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമായിരുന്നു. അവനതിനൊരു ഒരു മാറ്റം അനുവദിച്ചു. He made a certain changes. I'm not going to be frustrated over. എനിക്ക് കാര്യമറിയാത്തതിനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. വൈ എന്നുള്ള കാര്യത്തിലാണ് യോബിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായത്. അതിന്റെ സ്വത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നുമല്ല. വൈ I have. That's what the problem he has. അപ്പോൾ ദൈവത്തിന്റെ ദാസനായ യോബ് ആ ദൈവത്തിന്റെ വചനത്തിൽ തൻ്റെക്ക് ലഭിച്ചിരുന്ന ദൈവിക സത്യത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് പരീക്ഷയിൽ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും അവൻ സംസാരിച്ചില്ല. വലിയ വാചാലത പറഞ്ഞ സകല ആളുകളും ദൈവത്തിനെതിരെ സംസാരിച്ചു. അവർ ദൈവത്തോട് നിരപ്പാകേണ്ടതിന് യാഗം കഴിക്കേണ്ടി വന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് that the truth will be engraved in our heart. The knowledge will be in our own heart, that we will be able to use that knowledge in a time of troubles. സങ്കീർത്തനക്കാരനോട് തിങ്ങനെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഏറെ കുലുങ്ങിപ്പോകയില്ല. That's a great knowledge. യഹോവ എൻ്റെ കൂടെയുണ്ട്, യഹോവ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്, യഹോവ എന്നിലുണ്ട്, വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിന്റെ മക്കളായ ദൈവിക വെളിപ്പാടിന്റെ പരിപൂർണത നമുക്ക് ലഭിച്ച യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന എബ്രായലേഖന കർത്താവ് പറഞ്ഞ അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്. He is the image of the invisible God, imprint of God. ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അനുഭവിച്ച സത്യം. That's what we. So we are so privileged. Much understanding we should have than the psalmist. But most of the time we struggle in life because we do not understand. We do not receive the truth in our heart. അത് മനസ്സിലാക്കാൻ കഴിയണം. We need to learn that. ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. Then we will be able to live in our relationship. In that relationship, the knowledge of God will transform our thinking, transform our emotions, transform our will. Thus we will see those things in that very perspective. ദൈവദാസനെ പൗലോസ് പറയുന്നുണ്ട് അവരുടെ വിശ്വാസികളോട് തെസ്സലോനിക്കയിൽ, മരിച്ചവരെ കുറിച്ച് മറ്റു മനുഷ്യരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമുണ്ടാകും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, വികാരമുള്ളവരാണ്. പക്ഷെ നമ്മുടെ ദുഃഖം പ്രത്യാശയില്ലാത്തവരെ പോലല്ല. When we cry with the hope of resurrection. When we are in trouble, we hope the Lord is with us. നാം ട്രബിൾ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഉറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്ട്രഗിളിലൂടെ കടന്നു പോകും. When we are in suffering, we know, പൗലോസ് പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ആളുകളും എന്തുണ്ട്?
ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി പരിശോധിക്കപ്പെടുന്നുണ്ട്, പീഡനം സഹിക്കുന്നുണ്ട്. There are brothers and sisters around the world. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ട്, അവരോട് കൂടെയുണ്ട്, നാം മുൻപോട്ട് യാത്ര ചെയ്യും. ഈ പരിജ്ഞാനം നമ്മളെ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ തുടർന്ന് അടുത്ത ദിവസം നമുക്ക് തുടർമാനമായി ചിന്തിക്കാം, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാം, ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. മുൻപോട്ട് വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ.